ഗൈസ് വെൽക്കം ടു എൻട്രി ACCA. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ACCAയുടെ ഓഡിറ്റ് ആൻഡ് അഷുറൻസ് എന്ന് പറഞ്ഞ പേപ്പറിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. സോ ഓഡിറ്റ് റിസ്ക് എന്ന് പറയാൻ നമുക്കറിയാം നമുക്ക് ഓഡിറ്റ് ആൻഡ് അഷുറൻസ് AA എന്ന് പറഞ്ഞ പേപ്പറിൽ ആക്ച്വലി 70 മാർക്സ് ആണ് വരുന്നത്, ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 30 മാർക്സോളം ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഏതാണ്? ഓഡിറ്റ് റിസ്കിൽ നിന്നാണ്. അപ്പം അത്രയും വെയിറ്റേജ് ഉള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഇത്, ഓഡിറ്റ് റിസ്ക്. സോ നമുക്ക് എന്താണ് ഓഡിറ്റ് റിസ്ക് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഡിറ്റ് എന്ന് പറയുന്നത് അറിയാമല്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ ഓഡിറ്റർ എന്ത് ചെയ്യും, ഒരു FS എടുക്കും. ആ ഒരു FS ചെക്ക് ചെയ്യും, എന്തെങ്കിലും എററോ ഫ്രോഡോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഒരു ട്രൂ ആൻഡ് ഫെയർ ഒപ്പീനിയൻ കൊടുക്കും, ശരിയല്ലേ? അതിനാണ് ബേസിക്കലി ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെയ്യുന്ന ഓഡിറ്റ് തെറ്റാകാനുള്ള ചാൻസ്, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ്, അതിനാണെന്ന് പറയുന്നത് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. മീൻസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഓഡിറ്റർ എന്ത് ചെയ്യാൻ പോവാണ്, ആ ഒരു FSന് ഒരു ട്രൂ ആൻഡ് ഫെയർ ആണെന്നൊരു ഒപ്പീനിയൻ, ഒരു തെറ്റായിട്ടുള്ളൊരു ഒപ്പീനിയൻ കൊടുക്കാനുള്ള ചാൻസിനാണെന്ന് പറയുന്നത് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. സോ അങ്ങനത്തെ ഒരു റിസ്ക് എവിടെ ഉണ്ട്, ഓഡിറ്റ് ചെയ്യുമ്പോൾ വരും. അതിനാണ് ബേസിക്കലി നമ്മൾ ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. സോ ഓഡിറ്റ് റിസ്ക് ഇസ് ദ റിസ്ക് ദാറ്റ് ദ ഓഡിറ്റർ എക്സ്പ്രസസ് ആൻ ഇൻഅപ്രോപ്രിയേറ്റ് ഓഡിറ്റ് ഒപ്പീനിയൻ വെൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ മെറ്റീരിയലി മിസ്റ്റേറ്റഡ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഒരു ഓഡിറ്റർ അതിന് ഒരു ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കുകയാണ്. മീൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് ആണെങ്കിൽ പോലും ഓഡിറ്റർ എന്ത് പറയുകയാണ്, മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് ഒന്നുമല്ല, എല്ലാം കറക്റ്റാണ്, ഓക്കെയാണ്, ട്രൂ ആൻഡ് ഫെയർ ആണെന്ന് പറയുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നതിനാണ് എന്ത് പറയുന്നത്, ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. സോ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്, മെറ്റീരിയാലിറ്റി, ഇതൊക്കെ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇപ്പോൾ മനസ്സിലാക്കാം, മിസ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു മിസ്റ്റേക്ക്, എന്തെങ്കിലും ഒരു എററോ ഫ്രോഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് കണ്ടുപിടിക്കാതെ ഒരു ഒപ്പീനിയൻ ഓഡിറ്റർ കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും, ഓഡിറ്റ് റിസ്ക് എന്ന് പറയും. സോ ഓഡിറ്റ് റിസ്കിൽ നമുക്ക് ആക്ച്വലി 2 കമ്പോണൻസ് ആണ് വരുന്നത്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആസ് വെൽ ആസ് ഡിറ്റക്ഷൻ റിസ്ക്. ഓഡിറ്റ് റിസ്കിൽ നമുക്ക് 2 കമ്പോണൻസ് ആണ് മെയിൻലി വരുന്നത്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓൾസോ ഡിറ്റക്ഷൻ റിസ്ക്. ഈ 2 റിസ്ക്കും കൂടി ചേർന്നിട്ടാണ് എന്ത് വരുന്നത്, ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. സോ ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് ആക്ച്വലി 2ആയിട്ട് പിന്നെയും സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഇൻഹെറൻറ്റ് റിസ്ക് ആസ് വെൽ ആസ് കൺട്രോൾ റിസ്ക്. ഇൻഹെറൻറ്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സ്ലൈഡിൽ നോക്കും. ഇപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, നമുക്ക് ആക്ച്വലി ഓഡിറ്റ് റിസ്കിൽ 2 കമ്പോണൻസ് ആണ് ഉള്ളത്, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഡിറ്റക്ഷൻ റിസ്ക്. ഓക്കെ, ആൻഡ് ഈ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് പിന്നെയും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിനാണ് എന്ത് പറയുന്നത്, ഇൻഹെറൻറ്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക്. അപ്പോൾ ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒന്നുകൂടെ പറയുവാണ്, നമുക്ക് എന്തുണ്ട്, 2 കമ്പോണൻസ് ആണുള്ളത്. എന്തൊക്കെ, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ആസ് വെൽ ആസ് ഡിറ്റക്ഷൻ റിസ്ക്. ഇപ്പോൾ ഈ ഒരു റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സിനെ നമ്മൾ പിന്നെയും സബ് ക്ലാസിഫൈ ചെയ്യുകയാണ്, 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, ഇൻഹെറൻറ്റ് റിസ്ക് ആസ് വെൽ ആസ് കൺട്രോൾ റിസ്ക്. അപ്പോൾ ഇതാണ് ബേസിക്കലി ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ. ഈ ഇൻഹെറൻറ്റ് റിസ്ക്, കൺട്രോൾ റിസ്ക്, ഡിറ്റക്ഷൻ റിസ്ക് എന്താണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ് ഡിറ്റക്ഷൻ റിസ്ക്കും കൂടെ ആയിട്ടാണ് വരുന്നത്, ഓഡിറ്റ് റിസ്ക് വരുന്നത്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഞാൻ പറഞ്ഞത് ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നതാണ് പറയുന്നത് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. സോ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ, ഒരു ഓഡിറ്റർ ഒരു ഓഡിറ്റിലേക്ക് കയറുന്നതിന് മുന്നേ, സപ്പോസ് ഒരു ഓഡിറ്റർ ടാറ്റയുടെ ഓഡിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ടാറ്റയുടെ ഈ ഒരു FS ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ FS എന്താകുകയാണ്, മെറ്റീരിയൽ മിസ്റ്റേറ്റഡ് ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. മീൻസ് പ്രയർ ടു ദ ഓഡിറ്റിന് മുന്നേ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണ്, മെറ്റീരിയലി മിസ്റ്റേറ്റഡ് ആണ്, കുറച്ച് റീസൺസ് കാരണം. അതിനാണെന്ന് പറയുന്നത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. മേ ബി ആ മിസ്റ്റേറ്റ്മെൻറ്റ് ഫ്രോഡ് കൊണ്ടായിരിക്കാം, എന്തെങ്കിലും കള്ളത്തരം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അതെന്തായിരിക്കാം, എറേഴ്സ് കൊണ്ടായിരിക്കാം. സോ എന്താണെങ്കിലും പ്രയർ ടു ഓഡിറ്റ് വരുന്നതിനാണെന്ന് പറയുന്നത് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇൻഹെറൻറ്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക്. നമുക്കിനി അതിലേക്ക് നോക്കാം, എന്താണ് കൺട്രോൾ റിസ്ക്, എന്താണ് ഇൻഹെറൻറ്റ് റിസ്ക് നോക്കാം. സോ ഇൻഹെറൻറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ്. ഇൻഹെറൻറ്റ് റിസ്ക് ഇസ് എ സസ്പെക്റ്റബിലിറ്റി ദാറ്റ് ഓഫ് എൻ അസഷൻ അബൌട്ട് എ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ, account balance or disclosure to a misstatement that could be material either individually or when aggregated with other misstatements before consideration of any related controls. ഇങ്ങനെ പറയുമ്പോൾ എന്തോ വലിയ സംഭവം തോന്നും, ഒന്നുമില്ല. ഇൻഹെറൻറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ പ്രയർ ടു ഓഡിറ്റ് വരുന്ന ഒരു റിസ്ക് ആണ് അല്ലേ. സോ നമ്മുടെ കമ്പനിയിൽ ഇൻഹെറിറ്റഡ് ആയിട്ട് കുറച്ച് ഇഷ്യൂസ് കാണും. മീൻസ് ചില കമ്പനീസിന്
അവരുടെ ആ ഒരു ബിസിനസ് മോഡൽ, അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രി, അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസ് കാരണം ചിലപ്പോൾ കുറച്ച് മിസ്റ്റേക്സ് അവിടെ വരാം, അവരുടെ എഫേഴ്സിൽ വരാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വിചാരിക്കും. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ എപ്പോഴും എന്തായിരിക്കും, ഭയങ്കര വേരിയബിൾ ആയിരിക്കും. മീൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും, എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. മീൻസ് ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ഷെയറിൻ്റെ പ്രൈസൊക്കെ ചേഞ്ച് ആകുന്നതിനനുസരിച്ച് ഇവരുടെ പ്രോഫിറ്റ് എന്താവും, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു റീസൺ കാരണം മേ ബി ഇവരുടെ പ്രോഫിറ്റ് ചിലപ്പോൾ മിസ്റ്റേറ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ കൂട്ടി കാണിച്ചിട്ടുണ്ടാകും, ചിലപ്പോൾ കുറച്ച് കാണിച്ചിട്ടുണ്ടാകും അല്ലേ. സോ ഇത് ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ ഒരു മിസ്റ്റേക്ക് വന്നത്, ഈ ഒരു ഇഷ്യൂ വന്നത്, നമ്മുടെ ആ ഒരു എഫേഴ്സ് ആ ഒരു കമ്പനിയുടെ ആ ഒരു ഇഷ്യൂ കാരണമാണ് അല്ലേ. കമ്പനിയുടെ ആ ഒരു ഇഷ്യൂ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ആ കമ്പനിയുടെ ഇൻറ്റേർണലി ആ ഒരു ബിസിനസ് മോഡൽ കാണും, ആ ഒരു ഇൻറ്റേർണലി ആ ഒരു കമ്പനിയുടെ ഇൻഡസ്ട്രി കാരണം വന്ന ആ ഒരു മിസ്റ്റേക്ക്, ആ ഒരു റിസ്കിനാണെന്ന് പറയുന്നത് ഇൻഹെറൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഉള്ള കുറച്ച് ഇഷ്യൂസ് കാരണം, കമ്പനിയുടെ ഉള്ളിൽ തന്നെ ഉള്ള കുറച്ച് ഇഷ്യൂസ് കാരണം, ആ കമ്പനി വർക്ക് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻ കാരണം അതിൽ വരുന്ന കുറച്ച് മിസ്റ്റേക്സിനാണ് എന്ത് പറയുന്നത്, ഇൻഹെറൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ബേസിക്കലി ഇൻഹെറൻറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് നോക്കാം, കൺട്രോൾ റിസ്ക് എന്താണെന്ന് നോക്കാം. കൺട്രോൾ റിസ്ക് നമുക്കറിയാം, നമ്മുടെ കമ്പനിയിൽ കുറേ ഇൻറ്റേർണൽ കൺട്രോൾസ് കാണും, ശരിയല്ലേ. ഇൻറ്റേർണൽ കൺട്രോൾസ് കാണും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റിൽ തന്നെ ബേസിക്കലി നോക്കിയിട്ടുള്ള സംഭവമാണ് ഇൻറ്റേർണൽ കൺട്രോൾസ്. ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ എന്ത് വരും, ഫ്രോഡ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്, ശരിയല്ല. സോ ഈ സംഭവങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പനീസ് എന്ത് ചെയ്യും, കുറച്ച് ഇൻറ്റേർണൽ കൺട്രോൾസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. മീൻസ് CCTVs, പിന്നെ കാർഡ് സ്വൈപ്സ്, എംപ്ലോയീസ് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും പഞ്ച് ഔട്ടൊക്കെ പോലെ. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ അവിടെ വയ്ക്കും, നമ്മുടെ കമ്പനിയിൽ വയ്ക്കും. നമ്മുടെ ഡോർ ലോക്ക്, പാസ്വേഡ്സ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ഇതിനാണ് ബേസിക്കലി ഇൻറ്റേർണൽ കൺട്രോൾസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾസിൽ പ്രശ്നം ഉണ്ടെങ്കിൽ, ഈ ഒരു ഇൻറ്റേർണൽ കൺട്രോൾസ് അത്ര അടിപൊളി അല്ല എങ്കിൽ അവിടെ എന്ത് വരും, അവിടെ ഫ്രോഡിനും എറേഴ്സിനും ഒക്കെ ഉള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അല്ലേ. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എഫേഴ്സിൽ എന്ത് വരും, കുറച്ച് മിസ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ എറേഴ്സ്, ഫ്രോഡ്സ് കാര്യങ്ങളൊക്കെ വരും. ആ ഒരു റീസൺ കാരണം നമ്മുടെ എഫേഴ്സ് മിസ്റ്റേറ്റഡ് ആണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് കൺട്രോൾ റിസ്ക് എന്ന് പറയുന്നത്. മീൻസ് കമ്പനിയുടെ ഇൻറ്റേർണൽ കൺട്രോൾസ് കാരണം അവിടെ വരുന്ന എറേഴ്സിനെയും കാര്യങ്ങളാണ് എന്ത് പറയുന്നത്, കൺട്രോൾ റിസ്ക് എന്ന് പറയുന്നത്. കൺട്രോൾ റിസ്ക് ഇസ് ദ റിസ്ക് ദാറ്റ് എ മിസ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് കുഡ് ഒക്കർ ഇൻ ആൻ അസെഷൻ അബൌട്ട് എ ക്ലാസ് ഓഫ് ട്രാൻസാക്ഷൻ, അക്കൗണ്ട് ബാലൻസ് ഓർ ഡിസ്ക്ലോസർ, ആൻഡ് ദാറ്റ് കുഡ് ബി മെറ്റീരിയൽ എയ്തർ ഇൻഡിവിജ്വലി ഓർ വെൻ അഗ്രിഗേറ്റഡ് വിത്ത് അതർ മിസ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ നോട്ട് ബി പ്രിവെൻറ്റഡ് ഓർ ഡിറ്റക്റ്റഡ് ആൻഡ് കറക്റ്റഡ്. മീൻസ് പറയുന്നുണ്ടോ, നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾ പ്രിവെൻറ്റും ചെയ്യത്തില്ല, ഡിറ്റക്റ്റും ചെയ്യത്തില്ല, അതുപോലെ കറക്റ്റും ചെയ്യത്തില്ല ഓൺ എ ടൈംലി ബേസിസ് ബൈ ദ എൻറ്റിറ്റീസ് ഇൻറ്റേർണൽ കൺട്രോൾ. അങ്ങനെ വരുമ്പോഴാണെന്ന് പറയുന്നത് അവിടെ കൺട്രോൾ റിസ്ക് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾസ് നമ്മൾ ആക്ച്വലി കീപ്പ് ചെയ്തേക്കുന്നത്, എന്തെങ്കിലും ഒരു ഫ്രോഡൊക്കെ വന്നാൽ അതിനെ ആക്ച്വലി ആദ്യമേ എന്ത് ചെയ്യണം, ഒരു ഫ്രോഡ് വരാതാക്കണം. മീൻസ് അതിനെ പ്രിവെൻറ്റ് ചെയ്യണം. ഇനി വന്നാൽ തന്നെ അതിനെ എന്ത് ചെയ്യണം, ഡിറ്റക്റ്റ് ചെയ്യണം, അതിനെ കണ്ടുപിടിക്കണം. നമുക്ക് എന്ത് ചെയ്യാം, CCTV ഒക്കെ വെച്ച് എന്ത് ചെയ്യാം, ഡിറ്റക്റ്റ് ചെയ്യാം. ആൻഡ് ആ ഡിറ്റക്റ്റ് ചെയ്ത ഫ്രോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, പിന്നെ FSC പോയിട്ട് കറക്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് നോർമലി ഒരു ഇൻറ്റേർണൽ കൺട്രോൾ വർക്ക് ചെയ്യുന്നത് അല്ലേ. പക്ഷേ സപ്പോസ് ഇപ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾസിന് അങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫ്രോഡ് വെറാസൊക്കെ, അങ്ങനെ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ബേസിക്കലി എന്ത് റൈസ് ചെയ്യുന്നത്, കൺട്രോൾ റിസ്ക് എന്ന് പറയുന്ന സംഭവം റൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് ബേസിക്കലി നമ്മുടെ ഇപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കി, ഇൻഹെറൻറ്റ് റിസ്ക് നോക്കി, കൺട്രോൾ റിസ്ക് നോക്കി. മീൻസ് നമ്മൾ ആക്ച്വലി എന്ത് കവർ ചെയ്തു, നമ്മുടെ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് കംപ്ലീറ്റ്ലി കവർ ചെയ്തു. ഇനി നമുക്ക് എന്ത് നോക്കാം, ഡിറ്റക്ഷൻ റിസ്ക് എന്താണെന്ന് നോക്കാം. ഓഡിറ്റ് റിസ്ക് ഞാൻ പറഞ്ഞു ആദ്യം മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, കൺട്രോൾ റിസ്ക്, ഇൻഹെറൻറ്റ് റിസ്ക് ആൻഡ് ആസ് വെൽ ആസ് ഡിറ്റക്ഷൻ റിസ്ക്. സോ അതിൽ മൂന്നാമത്തെ ലാസ്റ്റത്തെ ആളാണ് ആര്, ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. ഡിറ്റക്ഷൻ റിസ്ക് ആണ് ആക്ച്വലി നമ്മുടെ ഓഡിറ്ററിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ പോകുന്നൊരു മിസ്റ്റേക്ക് കാരണം വരുന്ന റിസ്ക്. മീൻസ് ഒരു ഓഡിറ്ററിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഏക റിസ്ക് ആണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. മീൻസ് ഓഡിറ്ററിന് ഒരു കമ്പനിയിൽ പോയിട്ട് ഫ്രോഡോ എററോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ ഒരു റീസൺ കാരണം ഓഡിറ്റർ ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ കൊടുക്കുകയാണ്. അങ്ങനെ റൈസ് ചെയ്യുന്ന റിസ്ക് ആണെന്ന് പറയുന്നത് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഓഡിറ്റിന് പോയി കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ എല്ലാ ട്രാൻസാക്ഷനും ഒന്നും എടുത്ത് എന്ത് ചെയ്യത്തില്ല, ചെക്ക് ചെയ്യത്തില്ല, ശരിയല്ലേ. അവരെന്ത് ചെയ്യും, ഒരു സാമ്പിളിംഗ് ബേസിസിലാണ് എന്ത് ചെയ്യുന്നത്, അവർ ഓഡിറ്റ് ചെയ്യുന്നത്. സപ്പോസ് കമ്പനിയിൽ ഒരു 1000 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഡിറ്റർ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 10ഓ 20ഓ ട്രാൻസാക്ഷൻ എടുത്തിട്ട് ചെക്ക് ചെയ്യും, ഒരു സാമ്പിൾ എടുക്കും, 10ഓ 20ഓ സാമ്പിൾ, മീൻസ് ട്രാൻസാക്ഷൻ്റെ ഒരു സാമ്പിൾ എടുത്തിട്ട് അതിൽ ഫ്രോഡോ എററോ ഉണ്ടോ എന്ന് നോക്കും, ശരിയല്ലേ. ചിലപ്പോൾ ഈ 1000 ട്രാൻസാക്ഷനിൽ ഈ ഓഡിറ്റർ എടുക്കുന്ന ഈ 20 ട്രാൻസാക്ഷനിൽ മേ ബി എന്ത് കാണത്തില്ല, ഫ്രോഡോ എററോ കാണത്തില്ല. പക്ഷേ ബാക്കിയുള്ള ആ ഒരു 1000 ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് ഇല്ലേ,
അതിൽ മേ ബി എന്തുണ്ടായിരിക്കാം, ഫ്രോഡ് ഉണ്ടായിരിക്കാം, ശരിയല്ലേ? പക്ഷേ ഈ ഓഡിറ്റർ എടുത്ത 20 ട്രാൻസാക്ഷനിൽ എന്തില്ല, ഫ്രോഡോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഓഡിറ്റർ എന്ത് ചെയ്യും, FS ട്രൂ ആൻഡ് ഫെയർ ആണ്, എല്ലാം ഓക്കെ ആണ്, അങ്ങനെ ഒരു ഒപ്പീനിയൻ ആയിരിക്കും കൊടുക്കുന്നത്. സോ ആ ഒരു റീസൺ കാരണം അവരൊരു ഇന്നപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ വന്നില്ലേ, ഇന്നപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ പോയില്ലേ. മീൻസ് ഓഡിറ്റർ ആ ഒരു ഇഷ്യൂസ്, ആ ഒരു മിസ്റ്റേക്സ് ഡിറ്റക്റ്റ് ചെയ്യാത്തത് കാരണം ഒരു ഇന്നപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ പോയില്ലേ. അതിനാണ് നമ്മൾ ബേസിക്കലി എന്ത് പറയുന്നത്, ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. സോ ഡിറ്റക്ഷൻ റിസ്ക് ഈസ് ദ റിസ്ക് ദാറ്റ് ദ procedures performed by the auditor to reduce audit risk to an accepted low level will not detect a misstatement that exists and that could be material either individually or when aggregated with other misstatements. Means auditor detect ചെയ്യുന്നില്ല misstatements, മെറ്റീരിയൽ ആയിട്ടുള്ള misstatements auditor detect ചെയ്യാത്തൊരു സിറ്റുവേഷൻസ് ആണെന്ന് പറയുന്നത് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കി, എന്തൊക്കെ നോക്കി, എന്താണ് ഓഡിറ്റ് റിസ്ക് ആൻഡ് ഓഡിറ്റ് റിസ്കിൻ്റെ കുറേ കമ്പോണൻസ് നോക്കി. ഇതിലെല്ലാത്തിലും നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്ത്, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് കുറേ പ്രാവശ്യം പറഞ്ഞു, ശരിയല്ലേ? സോ അതെന്താ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ആക്ച്വലി ഞാൻ പറഞ്ഞു എന്ത് മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ നിങ്ങൾക്ക്. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിയിൽ എന്ത് FS വരുന്ന ഫ്രോഡും എററൊക്കെ, അതാണ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ മിസ്റ്റേറ്റ്മെൻറ്റ്സ് മെറ്റീരിയൽ ആണെങ്കിലാണ് നമ്മൾ അതിനെന്ത് പറയുന്നത്, ഒരു FS ട്രൂ ആൻഡ് ഫെയർ അല്ല എന്ന് പറയുന്നത്. സപ്പോസ് ഒരു 100 കോടി ടേൺ ഓവറുള്ളൊരു കമ്പനിയാണെന്ന് വിചാരിക്കും. ആ ഒരു കമ്പനിയിൽ ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപയുടെ ഒരു എററോ ഫ്രോഡോ അവർക്ക് വലിയ കാര്യമായിരിക്കുമോ? അല്ല, ശരിയല്ലേ? അവർക്കത് വലിയൊരു സംഭവമായിരിക്കത്തില്ല. 100 കോടി ട്രാൻസാക്ഷൻ നടക്കുന്നൊരു കമ്പനിയിൽ ഒരു 100 റുപ്പീസ് അല്ലെങ്കിൽ ഒരു 500 റുപ്പീസ് എന്ന് പറഞ്ഞാൽ അവർക്കതെന്ത് കാണത്തില്ല, ഒരു ഇമ്പോർട്ടൻസ് കാണത്തില്ല, അല്ലേ? അവർക്കത് വലിയ ഇമ്പോർട്ടൻസ് കാണത്തില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്മെറ്റീരിയൽ എന്ന് പറയുന്നത്. മീൻസ് അവർക്ക് അത്ര ഇമ്പോർട്ടൻസ് അല്ലാത്ത കാര്യം, കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ, അതിനാണ് നമ്മൾ ഇമ്മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആൻഡ് 100 കോടി ടേൺ ഓവറുള്ള കമ്പനിക്ക് 1 കോടിയൊക്കെ എന്തായിരിക്കും, ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, ശരിയല്ലേ? അത്രയും വലിയൊരു എമൗണ്ട് ആണ്, ശരിയല്ലേ? സോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ നമ്മളൊരു കമ്പനിക്ക് അത്രയും സിഗ്നിഫിക്കൻ്റ് ആണെന്ന് തോന്നുന്ന ഒരു എമൗണ്ടിനെയാണ് അല്ലെങ്കിൽ ഒരു ഫിഗറിനെയാണ് നമ്മളെന്ത് പറയുന്നത്, മെറ്റീരിയൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ മെറ്റീരിയൽ ആയിട്ടുള്ള മിസ്റ്റേറ്റ്മെൻറ്റ്സിനാണ് നമ്മളെന്ത് പറയുന്നത്, നമ്മുടെ കമ്പനിയിൽ ഫ്രോഡും എററും ഒക്കെ ഇത്രയും വലിയൊരു എമൗണ്ടിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് പറയും. മീൻസ് നമ്മുടെ മിസ്റ്റേറ്റ്മെൻറ്റ്സ്, നമ്മുടെ ഫ്രോഡും എററും ഒക്കെ മെറ്റീരിയലാണ്. അത് ഒരു യൂസറിൻ്റെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മീൻസ് നമ്മളിപ്പോൾ ഒരു ഇൻവെസ്റ്റർ പോവുകയാണ്, ഒരു കമ്പനിയുടെ FS എടുത്ത് നോക്കുവാണ്, ആ FSൽ ഒരു 100 രൂപയുടെ ഡിഫറൻസ് വരുവാണ്. അത് കാരണം ആളുടെ ആ ഒരു ഡിസിഷനിൽ വലിയ പ്രശ്നമൊന്നും വരത്തില്ല, ആളിന്നാലും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തന്നെ പറഞ്ഞിരിക്കും, അല്ലേ? നേരെ മറിച്ച് ആ ഒരു കമ്പനി ഇയാൾ നോക്കുവാണ്, എന്ത്, ഇയാൾക്കൊരു 100 കോടിയുടെ മേലുള്ള ഒരു കമ്പനിക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ കമ്പനിയിൽ ഈ ഒരു എറർ കാരണം കമ്പനിയുടെ പ്രോഫിറ്റ് എന്തായിരിക്കുവാണ്, ഒരു 99 ക്രോർസിലേക്ക് കിടക്കുവാണ്, മിസ്റ്റേറ്റഡ് ആയിട്ട് കിടക്കുവാണ്. ഈ ഒരു സംഭവം കാരണം, ഈ ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് കാരണം ആക്ച്വലി ആ ഒരു ഇൻവെസ്റ്റർ നമ്മുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ പോകത്തില്ലേ, നമ്മുടെ കമ്പനീനെ വിട്ടിട്ട് പോകത്തില്ലേ, അല്ലേ? സോ അങ്ങനെ യൂസേഴ്സിൻ്റെ ഡിസിഷനെ അഫക്റ്റ് ചെയ്യുന്ന മിസ്റ്റേറ്റ്മെൻറ്റ്സ്, അതിനാണ് നമ്മളെന്ത് പറയുന്നത്, മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. മീൻസ് കമ്പനിക്ക് അല്ലെങ്കിൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മിസ്റ്റേറ്റ്മെൻറ്റ്സ്, അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫിഗേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ബേസിക്കലി എന്ത് മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ആക്ച്വലി അത്യാവശ്യം കുറേ ടോപ്പിക്സ് കവർ ചെയ്തു, ശരിയല്ലേ? നമ്മൾ എന്താണ് ഓഡിറ്റ് റിസ്ക് നോക്കി, അതിലെ കുറേ കമ്പോണൻസ് നോക്കി, എന്താണ് മെറ്റീരിയാലിറ്റി അഥവാ മെറ്റീരിയൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കി. സോ ഇതൊക്കെയാണ് ബേസിക്കലി ഓഡിറ്റ് റിസ്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. പക്ഷേ എക്സാം പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും എല്ലാവരെയും ക്വസ്റ്റ്യൻസ് വരുന്നത്. ആക്ച്വലി എക്സാം പെർസ്പെക്റ്റീവിൽ കുറച്ചും കൂടെ ഓഡിറ്റ് റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുക, ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇതൊക്കെ ആക്ച്വലി നിങ്ങൾക്ക് തിയറി പെർസ്പെക്റ്റീവിൽ ചിലപ്പോൾ ഒരു 5 മാർക്സ് അല്ലെങ്കിൽ 8 മാർക്സിനൊക്കെ ടെസ്റ്റ് ചെയ്തേക്കാം. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ഡിസ്കസ് ചെയ്യും, എങ്ങനെയാണ് ഓഡിറ്റ് റിസ്കിൻ്റെ എക്സാം പെർസ്പെക്റ്റീവിലുള്ള ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാമെന്നായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ നോക്കുന്നത്. സോ ഇന്ന് പഠിപ്പിച്ചെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ അപ്ലോഡ് ചെയ്യുക, നമ്മുടെ മെൻറ്റേഴ്സ് അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.